സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി. ജൂലൈ 31 വരെ 52 ദിവസമാണ് സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ്, മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയുൾപ്പെടെ, മലയോര മേഖലയുൾപ്പെടെ എത്രത്തോളം ജാഗ്രതയിലുമാണ്? സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള, ലക്ഷദ്വീപ്, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിരോധനം, വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റ് വീശിയടിക്കാവുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് നിർദ്ദേശം. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രികാല യാത്രകൾക്ക് അനാവശ്യ യാത്രകൾ പോകരുത്, വിനോദയാത്ര പോകരുത് എന്നൊരു തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തീരമേഖലയിലും ഉയർന്ന തിരമാല സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ രാത്രി 11 മണിക്ക് ശേഷം 1.5 മീറ്റർ ഉയരം വരെ തിരമാല പതിക്കാമെന്ന രീതിയിലും മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉണ്ടാകുന്ന അതിശക്തമായ മഴ, പെട്ടെന്നുണ്ടാകുന്ന മിന്നൽ പ്രളയത്തിനും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്കും ഒക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുകൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മഴയിലേക്ക് ഉണ്ടായതുപോലെ തന്നെ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും ഉണ്ടായേക്കാം. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ അതിനും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കും. നമുക്കറിയാം, സംസ്ഥാനത്ത് ഈ വർഷം തന്നെ ഇടിമിന്നലേറ്റ് ഏതാണ്ട് 7 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു തുടങ്ങും. 52 ദിവസത്തേക്കാണ് ഈ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മത്സ്യത്തിന്റെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് കടലിലേക്ക് പോകരുത് എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 52 ദിവസങ്ങൾക്ക് ശേഷം സമൃദ്ധിയായ ഒരു തീരദേശത്തെ വരവേൽക്കാനായിട്ടാണ് ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധനവും കൂടി ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്തി, നെത്തോലി പോലുള്ള മത്സ്യങ്ങളുടെ ചാകരയാണ് തീരദേശം പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിക്ക് മുന്നോടിയായി തന്നെ ഇതര സംസ്ഥാനത്തുള്ള ബോട്ടുകളും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന വള്ളങ്ങളും തീരം വിട്ടു പോകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നീണ്ടകര ഉൾപ്പെടെയുള്ള വലിയ ഹാർബറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെറുവള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിലേക്ക് പോകാം എന്നൊരു നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും 52 ദിവസത്തേക്ക് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ്. മത്സ്യക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് പ്രജനനം നടത്തുന്ന കാലഘട്ടമാണ് ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധനമായി ഏർപ്പെടുത്തുന്നത്. ഈ ട്രോളിംഗ് നിരോധനം, ടിൻഡു പറഞ്ഞതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലം, കൂടുതൽ മത്സ്യസമ്പത്ത് ലഭിക്കാനുള്ള ഒരു നിയന്ത്രണം, അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണം കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. കാരണം അതിനുശേഷമുള്ള ഒരു സമ്പന്ന കാലത്തിനുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. പക്ഷേ ഈ ഒരു കാത്തിരിപ്പ് 30-51 ദിവസത്തെ ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വറുതിയുടെ ഒരു കാലമാണ്. കാരണം ജോലിയില്ല, കൂലിയില്ല, മറ്റ് ചെലവുകളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാ കാലത്തും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇക്കുറിയും കൈമലർത്തുകയാണ് സർക്കാർ സംവിധാനങ്ങൾ, അല്ലേ? തീർച്ചയായും KP, ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 52 ദിവസ കാലഘട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ഉറപ്പുകൾ എല്ലാ കാലഘട്ടവും പാലിക്കുന്നുണ്ടോ എന്നും ഈ അവസരത്തിൽ പറയേണ്ടത് തന്നെയാണ്. 52 ദിവസം സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കണം. അതോടൊപ്പം തന്നെ കടലിൽ പോകാതെ ഇരിക്കുന്ന സമയത്തുള്ള ധനസഹായം, അതായത് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ 250 രൂപ നിരക്ക്
നിരക്കിലുള്ള ഒരു ധനസഹായവും ഉണ്ട്. അത്തരത്തിലുള്ള ധനസഹായങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ എന്നും ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുവള്ളങ്ങൾക്ക് കടലിന് ഉൾക്കടലിലേക്ക് പോകാതെ പുറത്തു നിന്നും മത്സ്യം പിടിക്കാനുള്ള ഒരു നിർദ്ദേശവും ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം അവർക്ക് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം മത്സ്യസമ്പത്ത് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ഈ സൂചിപ്പിച്ച പോലെ അറുതിയുടെ കാലഘട്ടത്തെ എത്രത്തോളം ഇത് സഹായകമാകുമെന്നുള്ള കാര്യത്തിലൊക്കെ എന്തായാലും ആശങ്കയാണ്. ഈ കാലഘട്ടത്തിൽ ഈ 52 ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ ഒരു ചാകരയെ വരവേക്കാനുള്ള തീരത്തെ സജ്ജമാക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കേണ്ട ഈ 52 ദിവസം ജോലിക്ക് പോകാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതാണ് ഈ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ വരുന്നതാണ്. സംസ്ഥാന സർക്കാർ തീരദേശ മേഖലയിൽ നൽകിക്കൊണ്ടുന്ന റേഷനിലൊക്കെ ഇത്തവണ കുറവൊക്കെ വരുത്തിയിട്ടുണ്ട്. അത്തരം വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നൽകാൻ കഴിയുന്നുണ്ടോ എന്ന് പോലും സർക്കാർ സംവിധാനങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന അസോസിയേഷനുകളും അതോടൊപ്പം തന്നെ ഈ അധികാരികളുമായി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ഈ സമയത്ത് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. 52 ദിവസം ഇനി സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിനായി പോകാൻ സാധിക്കില്ല. KP